കൊന്നില്ലാത്ത സ്ഥലങ്ങളില്ലേ? എന്റെ പൊന്നുപോലെ കൊന്നതാണ്, അവളാണ് കൊന്നത്. എവിടെ പോയാലും ഞാൻ വിളിച്ചു പറയും അവളാണ് കൊന്നത്. എന്റെ മോനെ കൊന്നത് ജീവിക്കാൻ സമ്മതിച്ചില്ല. എന്റെ മോനെ കൊന്നതിന് നീതി കിട്ടണം, അവർക്ക് ശിക്ഷ കിട്ടണം. നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് ശിക്ഷ കിട്ടണം. ഞാൻ ജീവിച്ചിരിക്കും. എല്ലാം എനിക്ക് കണ്ടിരിക്കണം. കണ്ടാൽ കയ്യെത്തിട്ട് ഞാൻ മരിക്കോളി. ഇനി എനിക്ക് ജീവിതമില്ല. എവിടെ വേണമെങ്കിലും ഞാൻ കയറാൻ തയ്യാറായിരുന്നു. എന്റെ പൊന്നു പോലെ അത്രയ്ക്ക് നല്ലൊരു മോനായിരുന്നു. ഒരാരയിച്ച് കൊന്നു പറയില്ല. എന്റെ പൊന്നുമ്മ ഒരു പരാതിയോ ഒന്നിനും ഇടവച്ചിട്ടില്ല. അങ്ങനെ ഉള്ള മോനെ എവിടെ കൊന്നതാണ്. എവിടാണ് എന്റെ മോനെ കൊന്നത്? എന്റെ മോനിക്ക് നീതി കിട്ടണം. നിങ്ങളെ എല്ലാവരും സഹകരണം കൊണ്ട് എന്റെ പൊന്നുമോനിക്ക് നീതി വാങ്ങിച്ചു തരണം. ഇത് ജൂലൈ 5 നമ്മളെ വിട്ടുപിരിഞ്ഞ വ്യാജ പരാതികളടക്കമുള്ള ഭാര്യയുടെ തെറ്റായ പരാതികളിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സുനീറിന്റെ ഉമ്മയാണ്. അപ്പോൾ ഒരുപക്ഷെ ദീപകിന്റെ ആത്മഹത്യ കേരളത്തിൽ ഇന്നേവരെ കാണാത്തൊരു രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ജൂലൈ മുതൽ ഇതേപോലെ സമാനമായ വിഷയത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുനീറിന്റെ കുടുംബമാണ്. സുനീർ 29 വയസ്സായിരുന്നു. 29 വയസ്സായിരുന്നു സുനീറിന്റെ പ്രായം. അതായത് ദീപകിന്റെ പ്രായം 41-42, സുനീറിന്റെ പ്രായം 29 വയസ്സാണ്. ഭാര്യയുടെ പരാതിയിലും മറ്റും മനംനൊന്ത് അദ്ദേഹം ആത്മഹത്യയിട്ട് ഞങ്ങൾ ഏകദേശം ഒരാഴ്ച DGPയുടെയും പോലീസ് ഓഫീസിലും കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഒരു പരാതി പോലും അവർ എടുക്കാൻ തയ്യാറായത്. അങ്ങനെ ആ പരാതി ആദ്യം പോലീസുകാരനോട് വളരെ നേരിട്ട് പറഞ്ഞു, നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ നമുക്ക് അങ്ങനെ പരാതികളൊന്നും എടുക്കാൻ കഴിയില്ല. അമൻ സാറേ, സ്ത്രീ മരിക്കുന്നത് പോലെ, സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന പോലെ തന്നെയല്ലേ പുരുഷനും ആത്മഹത്യ ചെയ്യുന്നത്? അപ്പോ എന്തുമാത്രം അനീതിയാ. പക്ഷേ ഇപ്പോഴും അതിന്റെ ക്രൂരമായ തമാശ, ഒരുപക്ഷെ ദീപകിന്റെ കേസിന് നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഇത്രയും മാസങ്ങളിൽ ഇവരുടെ കേസിന് സംഭവിച്ചത്. എന്താണെന്ന് അത് നേരിട്ട് അനുഭവിച്ച അവരുടെ കുടുംബക്കാർ തന്നെ പറയും. പോലീസുകാർ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് പറയും. എങ്ങനെയാണ് ഈ കേസിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയും. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ ദീപകിന്റെ കുടുംബത്തെയും മറ്റുമാണ് ഓർത്തത്. ഇനിയും ദീപകിന്റെ കുടുംബം, ഒരുപക്ഷെ ദീപകിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന നമ്മളെല്ലാം കണ്ടു. അവർ ഇനിയും വരാൻ പോകുന്ന മാസങ്ങളിൽ അനുഭവിക്കാൻ പോണ എന്താണെന്ന് ഒരുപക്ഷെ സുനീറിന്റെ ഉമ്മ നമ്മളോട് പറയും. ഈ പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറെ ദിവസം മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ വിളിച്ചത്, മൊഴിയെടുക്കാരെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ പറയേണ്ടതൊന്നും അല്ല അവരവിടെ എഴുതിയെടുക്കണം. അവര് ഇതനുസരിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയെടുത്തിട്ട് അത് അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പറഞ്ഞ് ഇനി വിട്ടിട്ട് എന്നിട്ട് ഒരു ഇതും മറുപടിയും കിട്ടിയിട്ടില്ല. കേസ് എന്തുകൊണ്ട് എടുക്കാത്തത്? അവന്റെ മരണമൊഴി ഉണ്ടല്ലേ, പ്രേരണാ കുറ്റത്തിന് കേസ് എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം വരുന്നത്. അപ്പം നമ്മൾ വേറൊരു അഡ്വക്കേറ്റിനെ കാണിച്ചപ്പം അത് പ്രേരണാ കുറ്റത്തിനല്ല അവർ കേസെടുത്തേക്കുന്ന, സ്വാഭാവിക മരണത്തിനാണ് അവർ കേസെടുത്തേക്കണേന്ന് പറഞ്ഞു. അത് അങ്ങനെ പറ്റൂല. രണ്ടാമതൊരു പരാതി DGPക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വീണ്ടും അവിടെ നിന്ന് മെസ്സേജ് പോയി. അവിടെ നിന്ന് വീണ്ടും എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ എന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു, ഇന്ന ഇണക്കാണെന്നുള്ളത് പറഞ്ഞിട്ട് അത് അവരവിടെ കട്ട് ചെയ്ത് വെച്ച്. എന്നിട്ടും ഞാൻ കുറെ ദിവസം കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിൽ ഞാൻ വിളിച്ച്, എന്തായി സാറേ കേസിന്റെ കാര്യം എന്തായി എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ അന്വേഷിക്കണം കേട്ടാ എനിക്ക് അറിഞ്ഞൂടാ. അവളെ 2-3 പ്രാവശ്യം ഞങ്ങളെ പോയിട്ടും അവളെ ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ. അവളെ ഉപ്പുപ്പായോ മാമായോ വേറെ ഒരു കേസുമായിട്ട് അന്വേഷിക്കേ, അവരെ വീട്ടിൽ പോയി തിരക്കേ, അവരെ നാട്ടുകാരടുത്ത് പോയി അന്വേഷിക്കേ ഒന്നും ചെയ്തില്ല. അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് മൊഴിയെടുത്തിട്ട് അയൽവക്കത്തും വന്ന് മൊഴിയെടുത്ത് ഞങ്ങൾ അവളെ കൊന്നണക്കുള്ള മൊഴിയാണ് ചോദിച്ചിട്ട് പോയത്. നമുക്കായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മൊഴിയും അവരെടുത്തിട്ടില്ല. പോയി വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ചോദിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ അന്വേഷിക്കണം? മൊബൈലിന്റെ റിപ്പോർട്ട് കിട്ടിയാ അത് താമസിക്കും. ഈ സീനിയാരിറ്റി അനുസരിച്ചേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയും ദിവസമായിട്ട് സീനിയാരിറ്റി ആയില്ലേ സാറേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇനിയും താമസിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ചോദിച്ചു, പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം. അത് അപ്പോഴാണ് പറയണം, അത് അങ്ങനെയൊന്നും കേസെടുക്കാൻ പറ്റൂല. അതൊരു തെളിവല്ല. ഈ മരണമൊഴി ഉണ്ടല്ലേ, മരണമൊഴിയും തെളിവല്ല. അങ്ങനെയൊന്നും പറഞ്ഞ് പെട്ടെന്ന് കേസെടുക്കാൻ പറ്റൂല. അതായത് ഒരു പെണ്ണിന് വേണ്ടിയാണ് അവരവിടെ സംസാരിച്ചത്. എന്റെ മോനെ കൊന്നിട്ട്
അവളാണ് എന്റെ മോനെ കൊന്നത്. എന്റെ മോനെ മനഃപൂർവ്വം അവള് കൊന്നതാണ് സ്വത്തിന് വേണ്ടി. എന്റെ മോനെ കൊന്നിട്ട് അവള് വീണ്ടും ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് ഞാൻ നഷ്ടപരിഹാരം, എന്റെ മോനെ കൊന്നതിന് എനിക്ക് നഷ്ടപരിഹാരം തരാനുള്ളതെന്ന് ഞാൻ അവക്ക് കൊടുക്കണമെന്ന് 26 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? എനിക്ക് കിടക്കാടും പോലും ഇല്ല. എന്റെ മോനാണ് എന്നെ സംരക്ഷിച്ചോണ്ട് പോയത്. 10 മാസം തോന്നി പ്രസവിച്ച് 29 വർഷം ഞാൻ മോനെ വളർത്തി എന്നെ സംരക്ഷിച്ച മോനാണ്. എന്റെ മോ 2 വർഷം കൊണ്ടൊരു പെണ്ണിനെ സ്നേഹിച്ചതല്ലേ. അമ്മ വേണ്ട അമ്മ, പറ്റൂല അമ്മ വേറെ നോക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവന്റെ ഇഷ്ടത്തിന് കെട്ടിച്ചു കൊടുത്ത് 3ന്റെ അന്നോട്ട് അവനെ പീഡനമായിരുന്നു. അവനിക്ക് നിരന്തരം പീഡനമായിരുന്നു. അവനെ ഒരുപാട് ഉപദ്രവിക്കുക എല്ലാം ചെയ്ത്. പക്ഷെ അവസാനം കോടതിയിലല്ല അഡ്വക്കേറ്റിന്റെ അടുത്ത് പോലെ ഇവിടെ പഞ്ചൂര് ഞാൻ പോയി. ജില്ലാ കമ്മീഷനിൽ ആ ജഡ്ജിയെ കാണാൻ പോയി. ഒരു പരാതിയായിട്ട് പോയി. എന്റെ മോൻ മരിച്ചിട്ട് ഇത്രയും മാസമായി സാറേ, കേസെടുത്തിട്ടില്ല. ഇന്ന് വരെ അവർ കേസെടുത്തിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവിടെ നിന്ന് ജഡ്ജി ഒരു അഡ്വക്കേറ്റിനെ വെച്ച് ചെന്ന് അണ്ടൂർക്കോണം പഞ്ചായത്തിൽ വരാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ പോകുന്നുമ്പോ എന്റെ അടുത്ത് പറയല്ലേ അങ്ങനെ കേസെടുക്കാൻ പറ്റൂല, അതൊരു തെളിവല്ല എന്റെ അടുത്ത് പറയണ. എന്തുകൊണ്ട് തെളിവല്ല? എന്റെ മോ ഇത് എല്ലാ കാര്യങ്ങളും നടന്ന സംഭവം മൊത്തം അവൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് കേസെടുത്തൂടാ? അതങ്ങനെ എടുക്കാൻ പറ്റൂല, അങ്ങനെ തെളിവില്ല എന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ വേദനിപ്പിച്ച് എന്നെ പറഞ്ഞു വിട്ട്. പിന്നീട് അന്വേഷണം എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. എന്റെ അടുത്ത് പറയണേ അതെ മരിക്കാനുള്ളത് മരിച്ചവൻ തിരിച്ചു വരൂല. ആ അഡ്വക്കേറ്റ് പറയണേ എന്റെ അടുത്ത്. ഞാൻ ചെന്ന് കയറി ഉടനെ ഇനി ഇതിൽ കേസ് എടുക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച് ഇനി വിട്ടിട്ട് വീണ്ടും ഞാൻ സ്റ്റേഷനിൽ വിളിച്ചവൻ പറഞ്ഞ് തെളിവൊന്നും ആയില്ല, ഇനിയും താമസിക്കും, മൊഴിയെടുക്കാൻ തെളിവായില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഞാൻ വിളിക്കുമ്പോഴൊക്കെ എനിക്കിതാണ് മറുപടി. പക്ഷെ അവൾ എന്റെ കാണിച്ചത് ദുനിയാവിലൊരു പെമ്പിള്ളേരും കാണിക്കൂല. തള്ളയും അവരാളുകളെല്ലാം കൂടെ ചേർന്ന് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുകയാണ് ചെയ്യണത്. അത് ചെയ്യാൻ പാടില്ല. ഒരു മക്കൾക്കും ഇങ്ങനത്തെ അവസ്ഥ വരാൻ പാടില്ല. സുനീറിന്റെ കേസിൽ അതേപോലല്ല. സുനീറിന്റെ മരണമൊഴിയുണ്ട്, സുനീറിന്റെ മൊബൈലിൽ സംസാരിച്ചതിന് തെളിവുണ്ട്. 2:45 എന്റെ ഓർമ്മയിൽ രാത്രി വരെ സംസാരിച്ചതിനുണ്ട്. പക്ഷേ പോലീസുകാരടക്കം ഇത് ചെയ്യുന്നില്ല. അപ്പൊ അപ്പുറത്തെ പെൺകുട്ടി ഇവരുടെ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, ഇവരെ ഒന്ന് പേടിപ്പിക്കാനും ഹരാസ് ചെയ്യാനും 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് ഇവർക്ക് കേസ് കൊടുത്തു. കേസ് കൊടുക്കുക മാത്രമല്ല, സ്ത്രീയാണ് കേസ് കൊടുത്തുകൊണ്ട് ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, വണ്ടി അറ്റാച്ച് ചെയ്തു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പലപ്പോഴും മാധ്യമങ്ങൾ ഇത് അറിയുന്നില്ലെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആ പെൺകുട്ടിക്ക് നേരെ പരാതി കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി തിരിച്ച് പരാതി കൊടുത്തപ്പോൾ അതിൽ ആക്ഷനുണ്ട്. ഇവരെന്ത് ചെയ്യാനാ? വേറെ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ 7 മാസമായി പോലീസ് സ്റ്റേഷൻ. ഞാൻ തന്നെ 3-4 പ്രാവശ്യം കൂടെ പോയി. ഞാനും മുകേഷും കൂടെ DGPയുടെ ഓഫീസിൽ പോയതിനു ശേഷം SP പോലീസുകാർ എടുക്കുന്നുണ്ട്, പക്ഷെ മുമ്പോട്ട് നീങ്ങുന്നില്ല. എന്നാൽ ആ പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ സ്പീഡിൽ നീങ്ങുന്നുണ്ട്. ഇതിന്റെ പ്രശ്നമേ ഒരാളുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ ജീവിതവും എല്ലാം നിലയ്ക്കുകയാണ്. ലാസ്റ്റ് DGP ഓഫീസിൽ വിളിച്ചു പോയി. അപ്പൊ അവര് പറയണു അവന്റെ മൊബൈലില് റെക്കോർഡില്ല, തെളിവില്ല. പോലീസ് സ്റ്റേഷനിൽ പറയണ DSP ഓഫീസിൽ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാറേ, അവൻ മരണമൊഴി എഴുതി വെച്ചേക്കല്ലേ, അതുകൊണ്ടെങ്കിലും കേസ് എടുക്കാൻ പറ്റൂല. ഞാൻ കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു നഷ്ടപ്പെട്ടത് എനിക്കാണ്, എന്റെ പൊന്നു മോനാണ്. അവൻ ദുനിയാവിൽ ആർക്കും ഒരു തെറ്റും ചെയ്തവനല്ല. അവൻ വലിയോനിക്കും ചെറിയോനിക്കെല്ലാം പ്രിയപ്പെട്ട മോനായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു മോന. എവള് മനഃപൂർവ്വം അവന്റെ കൂടെ പറ്റിപ്പിടിച്ചും കൊണ്ട് അവനെ കൊന്ന് സ്വത്തിന് വേണ്ടി പണത്തിന് വേണ്ടി അവള് കൊന്നിട്ട് 3ന്റെ അന്ന് അവള് കേസ് കൊടുത്തു. അവക്ക് സ്വർണ്ണം എടുത്ത് വെച്ചിരിക്കണമെന്ന് ഞാൻ സ്വർണത്തിന് കേസ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിപ്പോ ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. 26 ലക്ഷം രൂപ ഞാൻ കൊടുക്കണമെന്ന്. എന്റെ മോനെ കൊന്നിട്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള എനിക്കല്ലേ അവള് നഷ്ടപരിഹാരം തരാനുള്ളത്. അവള് കോളേജിൽ പഠിക്കുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ല. അവള് നല്ല ഹാപ്പി ആയിട്ട് അവള് കോളേജിൽ പോയി പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ നടക്കും. എനിക്ക് കാണുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും? ഞാനൊരു തള്ളയല്ലേ പെറ്റ.